നാനാതരം മൃഗാദികളും നിറഞ്ഞ് പ്രകൃതി ദേവിയുടെ മടിത്തട്ടിൽ ക്ഷയിക്കുന്ന എൻ്റെ ആ കൊച്ചു ഗ്രാമം ചെമ്പാ നഗരി. ചകോരം, ചാതകം, മയിൽ തുടങ്ങിയ പക്ഷികൾ കളകൂജനം പൊഴിച്ചുണർത്തുന്ന പ്രഭാതങ്ങൾ, പശുക്കളുടെ കരിച്ചിലൂടെ ആരംഭിക്കുന്ന നിലചരികൾ, ചുട്ടുപൊള്ളുന്ന ഉച്ചച്ചൂടിൽ കദംബത്തിൻ്റെ ശീതള ചായയിലുള്ള വിശ്രമം, പശുക്കളുടെ താളാത്മകമായ കുടമണി കിലുക്കത്തിനൊത്ത് സായാഹ്നങ്ങളിൽ പശുക്കളോടൊപ്പം പൊടിപടലങ്ങൾ പറത്തി മടങ്ങുകയും രാത്രിയിൽ ഗംഗാമാതാവിൻ്റെ കരയിലൂടെ ഒഴുകി വരുന്ന ശീതള മന്ദസമിനല തഴുകപ്പെട്ട നിഷ്കളങ്കനായ ബാലനെ പോലെ ഉറങ്ങുകയും ചെയ്യുന്ന എൻ്റെ ആ മുഗ്ധമായ കുട്ടിക്കാലം ഈ ചെമ്പാ നഗരിയിലാണ് കഴിച്ചത്. അതെ, അത് കഴിഞ്ഞു പോയി. ഒരിക്കൽ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട ശരം പോലെ അത് പിന്നെ തിരിച്ചു വന്നേയില്ല. അതെ, ഇത് അവൻ്റെ കഥയാണ്, സാക്ഷാൽ അംഗരാജാവായ കർണൻ്റെ കഥ. ഞാനും എൻ്റെ കൊച്ചനിയൻ ഷോണനും, ഞങ്ങളുടെ കൊച്ചു ലോകം. അതെ, ഷോണൻ തന്നെ. അവൻ്റെ യഥാർത്ഥ പേര് ശത്രുന്തപൻ എന്നായിരുന്നു. എന്നാൽ എല്ലാവരും അവനെ ഷോണൻ എന്നാണ് വിളിക്കുന്നത്. വൃഗരഥൻ എന്ന പേരായി എനിക്ക് മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ കൊച്ചുനാളിലെ വികട രാജ്യത്തിനുള്ള അമ്മായിയുടെ അടുത്തേക്ക് പോയി. എൻ്റെ ബാല്യകാലം എൻ്റെയും ഷോണൻ്റെയും സ്മരണകൾ നിറഞ്ഞ ലോകമായിരുന്നു. ചെമ്പാ നഗരിയിലെ ശുദ്ധവായു ശ്വസിച്ച് വളരുന്ന നിഷ്കളങ്കരായ 2 കുട്ടികൾ. അത്ഭുത സങ്കല്പങ്ങൾ നിറഞ്ഞ ലോകമായിരുന്നു അത്. അവിടെ പൊള്ളയായ മാന്യതയുടെ കൃത്രിമത്വം ഇല്ലാമയായിരുന്നു. സ്വാർത്ഥലാഭത്തിനായി ഒരാൾ അപരനെ തൻ്റെ അന്ധനേത്രങ്ങൾ കൊണ്ട് പോലും നോക്കാത്ത രീതിയിലുള്ള അസൂയയില്ലായിരുന്നു അത്. അത് 2 സോദരങ്ങളുടെ നിസ്വാർത്ഥ ലോകമായിരുന്നു. ആ ലോകത്തിന് 2 ദ്വാപാരകാരന്മാരെ ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ അമ്മ രാധയും മറ്റേത് ഞങ്ങളുടെ അച്ഛനായ അധിരഥനും. ഇന്ന് ഈ 2 പേരുടെയും സ്മരണ എൻ്റെ ഹൃദയത്തിലെ ലോലാതന്ത്രികളെ ത്രസിപ്പിക്കുന്നു. നിമിഷ നേരത്തേക്ക് എൻ്റെ കണ്ണുകളിൽ കൃതജ്ഞതയുടെയും മമതയുടെയും 2 ശ്രവണുക്കൾ പൊടിഞ്ഞു വീഴും. ഉടനെ ഞാനത് തുടച്ചു കളയും. കാരണം കണ്ണീർ ദുർബല മനസ്സിൻ്റെ ബഹിർസ്ഫുരണമാണെന്ന് എനിക്കറിയാം. ലൗകിക ദുഃഖാഗ്നി കണ്ണുനീർ കൊണ്ട് അണയ്ക്കുവാൻ വയ്യാതെ, പക്ഷേ ഈ 2 തുള്ളി കണ്ണുനീർ വീഴാതിരുന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയുകയില്ല. ഈ 2 തുള്ളി കണ്ണീരല്ലാതെ എൻ്റെ മാതാപിതാക്കൾക്ക് വിലപ്പെട്ടതൊന്നും തന്നെ കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മാതാപിതാക്കൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ഇതിലും വിലപ്പെട്ടതായി മറ്റെന്തെങ്കിലും കൊടുക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അവർ എനിക്കായി നൽകിയത് കറകളഞ്ഞ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് നനയ്ക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ കൃതജ്ഞത കൊണ്ട് നനയുന്നു. എൻ്റെ അമ്മ സ്നേഹത്തിൻ്റെ വിശാല സമുദ്രമായിരുന്നു. കുട്ടിക്കാലത്ത് നഗരവാസികൾ എന്നെ വസുസേനൻ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ കൊച്ചനിയൻ ഷോണൻ എന്നെ വസുചേട്ടൻ എന്ന് വിളിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ദിവസം 100 തവണ വസു വസു എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അവർ അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, വിശ്വസ്ത സ്നേഹത്തിൻ്റെ അമൃതും നന്നായി ഊട്ടിയിരുന്നു. എല്ലാവരെയും സമഭാവനയോടെ സ്നേഹിക്കുകയായിരുന്നു അവരുടെ ജന്മം എന്ന് തന്നെ തോന്നിപ്പോയേക്കാം. ചെമ്പാ നഗരവാസികൾ ഒന്നടങ്കം അവരെ രാധമ്മ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവർക്കും വേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കുവാനും അവർ തയ്യാറായിരുന്നു. എൻ്റെ കാതുകളിൽ ജന്മനാ 2 കുണ്ടലങ്ങളുണ്ടായിരുന്നു. നഗരവാസികളോട് അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്നെ മുമ്പിലെത്തി മണിക്കൂറോളം ഇമ കൂട്ടാതെ അവർ എൻ്റെ കുണ്ടലങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് അവർ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയും, വസു, ഗംഗയിലേക്ക് ഒരിക്കലും പോകല്ലേ കേട്ടോ. അതെന്താ, ഞാൻ ചോദിക്കും. നോക്കൂ, വലിയവർ പറയുന്നത് അനുസരിക്കണം. പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പോകരുത്. വാസ്തവത്തിൽ അമ്മ ഭീരുവാണ്. പോയാൽ എന്തു പറ്റും? പാടില്ല വസു. തന്നെ അടുത്തേക്ക് പിടിച്ചു ചേർത്ത് അവരുടെ നീണ്ട വിരലുകൾ കൊണ്ട് എൻ്റെ തലമുടി തലോടിക്കൊണ്ട് അവർ ചോദിക്കും, വസു, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലേ? അതതെ. ഞാനെന്നാലും തലയാട്ടും. എൻ്റെ കാതുകളിൽ താളയാടുന്ന കുണ്ടലങ്ങൾ വിസ്മയപൂർവ്വം നോക്കിക്കൊണ്ട് അവർ തുടരും. എന്നാൽ ഞാൻ പറയുന്നത് കേട്ട് ഗംഗയിലേക്ക് പോകാതിരിക്കണം. അവർ എന്നെ പിടിച്ചു മുറുക്കും. അപ്പോൾ അവരുടെ കണ്ണുകൾ ഏതോ അജ്ഞാത ഭയം നിഴലിക്കും. അമ്മ പറഞ്ഞാൽ ഞാൻ പോകില്ല, പോരെ. അമ്മയുടെ സമാധാനത്തിനായി ഞാൻ പറയും. ഇത് കേൾക്കുമ്പോൾ വാത്സല്യ ദൗരത്താൽ അവർ എന്നെ ആലിംഗനാവത്തി ശിരസിലും കാതുകളിലും ചുംബന വർഷം നടത്തും. അവരുടെ മടിയിൽ കിടന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഗംഗാമാതാവിൻ്റെ ജലവരപ്പിനെ അമ്മ ഭയപ്പെടുന്നത്? എനിക്കാണെങ്കിൽ ഗംഗാമാതാവ് അത്ഭുതവും ആകർഷവുമാണ്. അതിലെ കലപിടികൂട്ടുന്ന അലമലകാളുകളോട് മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഒരു വിനോദമായിരുന്നു. അമ്മ എങ്ങനെ ഇതറിഞ്ഞാൽ നിശ്ചയമായും അവർ എന്നെ തേടി ഗംഗാതടത്തിലെത്തും. ഇല്ല, എന്ത് സംഭവിച്ചാലും ഞാൻ എന്നും ഗംഗാതീരത്തെത്തും. ഈ കാര്യം ഒരിക്കലും അമ്മ അറിയരുത്. ഈ സംഗതി ഗോപ്യമാക്കി വെക്കാനായി ഷോണന് കൈ നിറയെ വർണ്ണച്ചിപ്പികളും ഇലഞ്ഞിക്കായകളും കൊടുക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ കൗരവ രാജാവായ ധൃതരാഷ്ട്രയുടെ സാരഥിയായിരുന്നു. അദ്ദേഹം അധിക നേരവും കൗരവ ജനതാധിയായ ഹസ്തിനപുരയിൽ തന്നെയായിരുന്നു. ഹസ്തിനാപുരി വളരെ അകലെയായിരുന്നു. ചിലപ്പോൾ ഒരു വലിയ രഥവുമായി അച്ഛൻ ചമ്പാ നഗരിയിൽ വരും. അപ്പോൾ എൻ്റെയും ഷോണൻ്റെയും ഉത്സാഹം അതിരിറ്റതാവും. വീട്ടിന് മുമ്പിൽ എത്തിയ പാടെ ഷോണൻ രഥത്തിൽ ചാടിക്കേറി കുതിരയുടെ കടിഞ്ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ഉച്ചത്തിൽ എന്നെ വിളിക്കും, വസ്ചേട്ടാ, ഓടിവാ, നമുക്ക് ഗംഗാതടത്തിൽ നിന്ന് ചിപ്പി വാരിക്കൊണ്ടുവരാം.
അവൻ്റെ വിളി കേട്ട് ഞാൻ ഭക്ഷണം പാതിയാക്കി വിളിയിലേക്ക് ഓടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും രഥത്തിൽ വായുവേഗത്തിൽ നഗരത്തിന് പുറത്ത് ഗംഗാതീരത്തെത്തും. ഇളം തവിട്ട് നിറമുള്ള 5 കുതിരകൾ രോമാനിബിദ്ധമായ വാലുകൾ ഇളക്കിയും കാതുകൾ പൊക്കിയും സ്വച്ഛന്തം വിഹരിക്കും. അവയെ നിയന്ത്രിച്ച് നിർത്താൻ ഷോണൻ പാടുപെടും. പല്ലും ചുണ്ടും കടിച്ചു പിടിച്ച് അവൻ അവയെ നിയന്ത്രിച്ച് വഴിയിലെ തെരുവുകളിലൂടെ ഓടിക്കുവാൻ വ്യർത്ഥതയെ നടത്തും. അവസാനം ക്ഷീണിച്ച് അവശനായി എന്നെ വിളിക്കും. അവൻ്റെ കയ്യിൽ കടിഞ്ഞാൻ മുറുക്കി പാടു വീഴും. അവൻ്റെ ശബ്ദം മാർദ്ദവമുള്ളതാവും. എനിക്ക് അവനോട് അമിതമായ സ്നേഹം തോന്നും. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൻ വാങ്ങും. അവൻ ചട്ട തിരിച്ചു പിടിച്ച് കുതിരയുടെ കുഞ്ചിരോമങ്ങൾ ചിതറിക്കും. ഹായ് ഹായ് എന്ന് പറഞ്ഞ് അവയെ തെളിക്കുമ്പോൾ പൂർവാധികം വേഗതയിൽ അവൻ ഓടുകയും ചെയ്യും. ഇത് കണ്ട് ഹർഷരോഗത്താൽ ഷോണൻ കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ സൊറയടിച്ചുകൊണ്ട് അരയോജന യൂതം പിന്നിട്ട് ഞങ്ങൾ ഗംഗാതീരത്തിലെത്തും. ഷോണൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി മാൻപേടയെ പോലെ തുള്ളിച്ചാടി കരയിലേക്കും അവൻ്റെ കൊച്ചു കാലടികളുടെ നീണ്ട നിര പുഴയിലേക്കും ഇരിക്കും. രഥത്തിലിരുന്ന് ഗംഗയെ നോക്കിയിരിക്കും. അകാരണമായി എനിക്ക് തോന്നും ഈ നദിയുമായി എനിക്ക് എന്തോ ബന്ധമുണ്ട്. അടുത്ത നിമിഷം ചിന്തിക്കും, വെള്ളവും മനുഷ്യമായി എന്തു ബന്ധമാണുള്ളത്? ദാഹിച്ചു വലഞ്ഞ ജീവിക്ക് ക്ഷണനേരത്തെ ആശ്വാസം നൽകുന്ന ഒരു വസ്തു മാത്രമാണത്. എപ്പോഴെന്നറിയില്ല കടിഞ്ഞാൻ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയിരുന്നു. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ആ നദിയിലെ വെള്ളം കുടിച്ചു വറ്റിക്കുകയായിരുന്നു. എൻ്റെ ശരീരം ആസകലം കണ്ണുകളുണ്ടായിരുന്നുവെങ്കിൽ ഞാനപ്പോൾ ആശിച്ചുപോയി. ഷോണൻ ചോദ്യങ്ങളുമായി എത്തിയപ്പോഴാണ് എനിക്ക് സ്വബോധം വീണ്ടും കിട്ടിയത്. അവൻ ചോദ്യങ്ങൾ കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. ഏട്ടാ, ഈ ചിപ്പികളെല്ലാം വെള്ളത്തിലാണോ ഉണ്ടാവുന്നത്? അതെ. പിന്നെന്താ വെള്ളത്തിൽ ഈ നിറങ്ങളൊന്നും കാണാത്തത്? ഞാൻ പലപ്പോഴും അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ഒഴി. കാരണം ഒരു ചോദ്യത്തിന് പുറകെ മറ്റൊരു ചോദ്യം. അങ്ങനെ തയ്യാറാക്കുമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അവൻ്റെ ചില ചോദ്യങ്ങളുടെ ഉത്തരം എനിക്കറിയാതെ പോലുമായിരിക്കും. പോകാം, വന്നിട്ട് വളരെ നേരമായി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോകും. സായാഹ്ന സമയമായി കഴിഞ്ഞാൽ നാനാതരം പക്ഷികൾ വിചിത്ര ശബ്ദങ്ങളുണ്ടാക്കി കൂടണയാൻ പോകുന്നു. രഥത്തിലെ ഇരിപ്പിടത്തിൽ നിന്നും പുറത്തേക്ക് തലനീട്ടി ഇമ വെട്ടാതെ പക്ഷികളെ നോക്കി ഷോണൻ അനേകം ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ അപ്പോൾ എൻ്റെ ശ്രദ്ധ അവനിൽ പതിയേയില്ല. അപ്പോൾ സൂര്യഭഗവാൻ പശ്ചിമഭാഗത്തെ 2 ഉന്നത പർവ്വതങ്ങൾക്കിടെ പിന്നിൽ തലയുറച്ചു നിൽക്കും. ദിനംപ്രതി വിശ്രമരഹിതമായിട്ട് ഓടിയിട്ടും സൂര്യദേവൻ്റെ രഥത്തിലെ കുതിരകൾക്ക് ക്ഷീണമില്ലേ? ആ പർവ്വതങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ 2 ദ്വാപരകാരനാണെന്ന് തോന്നി. ആ തേജോ ബിംബത്തിലേക്ക് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ ഹൃദയത്തിൽ വിചിത്രമായൊരു വ്യാകുല ഭാവം ഉണരും. ഇനി ക്ഷണനേരം കൊണ്ട് ആ തേജോബിംബം ദൃഷ്ടിയിൽ നിന്ന് മാറിയുമെന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ വേർപാടിൻ്റെ ഒരു തീക്ഷ്ണ പ്രവാഹം എൻ്റെ ഞരമ്പുകളിൽ വ്യാപിക്കും. ഇമ പൂട്ടാതെ ഞാൻ ആ ബിംബത്തിൽ നോക്കിയിരിക്കും. ഷോണൻ എന്നെ കുലുക്കി ആകാശത്തിൽ ബഹളമുണ്ടാക്കി പറക്കുന്ന ഗരുഡനെ കാണിക്കും. ഞാൻ അല്പനേരം ആ ഭീമാകാരമായ പക്ഷികളെ നോക്കിയിരിക്കും. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ഇവ വളരെ ഉയരത്തിൽ പറക്കും. ഷോണൻ ചോദിക്കും, ഏട്ടാ, ഇതെന്തു തരം പക്ഷിയാണ്? ഗരുഡൻ, പക്ഷിരാജൻ. ഏട്ടാ, ഈ ഗരുഡനെ പോലെ വളരെ ഉയരത്തിൽ ഏട്ടനെ പറക്കുവാൻ സാധിക്കുമോ? അവൻ അനുസ്യൂതിയും ചോദ്യങ്ങൾ ഉതിർക്കും. ഭ്രാന്ത, ഉയരത്തിൽ പറക്കാൻ ഞാനെന്താ പക്ഷിയാണ്? പക്ഷിയല്ലായിരിക്കാം, പക്ഷെ അല്പം മുമ്പ് അതിവേഗത്തിൽ ഓടുന്ന കുതിരയെ ഏട്ടൻ എങ്ങനെയാണ് നിയന്ത്രിച്ചത്? ശരിയനിയ, ഞാൻ ഗരുഡനെ പോലെ വളരെ ഉയരത്തിൽ പോകും. നീ കാണാത്തത്ര ഉയരത്തിൽ പോരെ? ഈ ഉത്തരം കൊണ്ട് അവൻ തൃപ്തനാവും. എന്നോടുള്ള ആദരവിൻ്റെ ഒരു സ്നിഭാഗം അവൻ്റെ കണ്ണുകളിൽ സ്പഷ്ടമായി പ്രതിബിംബിക്കും. ഞാൻ വീണ്ടും പശ്ചിമ ചക്രവാളത്തിൽ നോക്കിയിരിക്കും. പിന്നെ ഞാൻ അവനോട് ചോദിക്കും, ഷോണൻ ആ സൂര്യബിംബം കാണുന്നുണ്ടോ? ആ ബിംബത്തിൽ നോക്കുമ്പോൾ നിനക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? അവൻ അല്പനേരം ആ സൂര്യബിംബം നോക്കി എനിക്ക് തോന്നുന്നതേ അഭിപ്രായം പറയുമെന്ന് തോന്നി. പക്ഷേ സൂര്യബിംബത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കോമള നയനങ്ങൾ ആ തേജസ്സിനാൽ അടഞ്ഞുപോയി. അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്ന് എൻ്റെ കാതുകളിൽ നോക്കി അവൻ പറഞ്ഞു, വസുവേട്ടൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ കാതുകൾ തടവി. 2 മാംസള കുന്തങ്ങൾ കയ്യിൽ തടഞ്ഞു. അവൻ്റെ ജന്മനാ ഉള്ളതാണെന്ന് ഞാനവന് പറഞ്ഞു കൊടുത്തു. ഷോണൻ്റെ ആവലാദികൾ ആരംഭിക്കുകയായി. ഏട്ടനാണ് അമ്മയുടെ അധികം സ്നേഹിക്കുന്നത്. നോക്കൂ, അതുകൊണ്ടല്ലേ അമ്മ ഏട്ടന് മാത്രം കൊണ്ടുവന്നു തന്നത്. അവൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അല്പസമയം ചിന്താമഗ്നനായി. എൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു തേജോഗോളത്തെ ഞാൻ വീണ്ടും ശ്രദ്ധയോടെ നോക്കി. എൻ്റെ ഇളം മനസ്സിൻ്റെ ഭാവനയുടെ കൊടുങ്കാറ്റടിച്ചു. ഒരു കൈകൊണ്ട് കടിഞ്ഞാൻ പിടിച്ച ഷോണൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു വെച്ച് മറയുവാൻ പോകുന്ന ആ തേജസ്സിന് കൈവീശി യാത്ര പറഞ്ഞു. മനസ്സിൽ എന്തോ ഒരു അസ്വാസ്ഥ്യം. സ്വന്തം കയ്യിൽ നിന്നും ഒരു വസ്തു വിട്ടുപോകും പോലെ, ആവേശം പോലെ കയ്യിലെ ചാട്ട കൊണ്ട് കുതിരയുടെ പുറത്തടിച്ചു. അവ വഴിയിലാകെ പൊടി പാറിച്ച് കുളപ്പുകൾ പൊക്കിവെച്ച് കനച്ചുകൊണ്ടോടി. അടുത്തിരിക്കുന്ന ഷോണൻ, ഓടുന്ന കുതിര, പിന്നിട്ട് പോകുന്ന അശോകം, പന, പാതിരി, പിനാറി, കന്തപം, ശാൽമി, സ്വർണം ഇവയിലൊന്നും എൻ്റെ ശ്രദ്ധ പോയില്ല. മുമ്പിൽ പിന്നിട്ട് നിൽക്കുന്ന വഴിയും തിരിവുകളും മാത്രം കണ്ടു. എൻ്റെ മനസ്സിനെ ഒരു ചിന്ത നന്ദിമറിഞ്ഞു. പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ വഴികളിൽ കൂടെ പ്രകാശത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഏതോ അന്ധകാരമായ ഭീമര സമുദ്രത്തിലേക്ക് ഞാൻ വലിച്ചെടുക്കപ്പെടുകയാണ്. രാത്രി 12 മണിക്കൂർ ഞാൻ ഏകാഗിയായിരിക്കേണ്ടി വരുന്നത് തോന്നൽ. വീട്ടിലെത്തിയ ഉടൻ ഷോണൻ വിവിധ നിറങ്ങളുള്ള തൻ്റെ ചിപ്പിശേഖരം അമ്മയെ കാണിച്ചു. അവനെ പ്രശംസിക്കൊണ്ട് അമ്മ എന്നോട് ചോദിച്ചു, വസു, നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. പിന്നെ സ്വരം നിയന്ത്രിച്ച് പറഞ്ഞു, ഞാൻ ഷോണിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെ വലിയ കാര്യമല്ലേ.
ഇല്ലെങ്കിൽ അവൻ രാത്രി മുഴുവൻ ചിപ്പി ശേഖരിച്ച് അവിടെ കഴിയുമായിരുന്നു. ഹാ ഏട്ടൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനാണ് ഏട്ടനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നത്. ഇല്ലെങ്കിൽ പുലരും വരെ സൂര്യബിംബം ഉയർന്നു നോക്കി അവിടെ തന്നെ ഇരുന്നേനെ. ഷോണൻ തലയിളക്കി സ്വന്തം പക്ഷം പറഞ്ഞു. അമ്മ എന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കി. എന്താണ് അവർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്നും പുറത്തു കിടന്നു. ഞങ്ങളുടെ വീട്ടിൽ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വില്ലുകൾ അച്ഛൻ കൊണ്ടുവച്ചിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, ആദ്യമായി അതിലൊരെണ്ണം ഞാനെടുത്തപ്പോൾ അതിനോട് എനിക്കുണ്ടായിരുന്ന ആകർഷണം അത്ഭുതവാഹമായിരുന്നു. പ്രാവിൻ്റെ കഴുത്ത് പോലെ വളഞ്ഞ കാമനവും നഖം കൊണ്ടുപോലും തൊടുത്തുവിടാവുന്ന ഞാനും എനിക്ക് വളരെ ഇഷ്ടമായി. അച്ഛനോട് ഞാനത് തട്ടിയെടുത്തുകയായിരുന്നു. അത് കൈകളിൽ അമ്മാനമാറ്റി തുള്ളിച്ചാടി ഞാൻ മുറ്റത്തേക്ക് കുതിരയുടെ വാലിൽ പിടിച്ച് കളിക്കുന്ന ഷോണൻ്റെ അടുത്തേക്ക് വന്നു അവനെ വില്ല് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഷോണ, എൻ്റെ കളിപ്പാട്ടം നോക്ക്. കുതിരരോമം പറിക്കൽ നിർത്ത്. ഇന്നു മുതൽ നമുക്ക് പുതിയ കളി ആരംഭിക്കാം. നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യിലെ രോമം വലിച്ചെറിഞ്ഞ് അവൻ ഉത്സാഹത്തോടെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങി കണ്ണുകൾ വലുതാക്കിക്കൊണ്ട് പറഞ്ഞു, എന്തൊരു ഭാരം! പോടാ, ഇതിന് ഭാരം. ഇങ്ങതാ, അകത്ത് പോയൊരു ശരം എടുത്തു കൊണ്ടുപോകാം. ഞാൻ അവനെ അമ്പ് കൊണ്ടുവരുവാനായി അയച്ചു. ഏട്ടൻ അമ്പ് തരൂ, ഏട്ടനൊരമ്പ്. അവൻ ഉച്ചത്തിൽ അലറി അകത്തേക്ക് ഓടി. ഞാൻ എൻ്റെ ഉത്തരീയം കൊണ്ട് വില്ലിൻ്റെ ചാട്ടയിൽ പറ്റിപ്പിടിച്ച പൊടി പതുക്കെ തുടച്ചു. കയ്യിൽ വില്ല് തൂക്കി നോക്കി. അതിനിടയിൽ ഷോണൻ അമ്പുമായി തുള്ളിച്ചാടി വന്നു. അമ്പനെ ഏൽപ്പിച്ച് മുമ്പിലെ വടവൃക്ഷത്തിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു, ഏട്ടാ, ആ മരത്തിലേക്ക് എയ്തോ. ഞാൻ ഉടൻ തന്നെ ഞാൻ കെട്ടി ശരം തൊടുത്ത് ശക്തിയിൽ വലിച്ചു. ഇടത് കണ്ണു വെച്ച് കൈ ഉറപ്പിച്ച് പിടിച്ച് ഞാൻ വിട്ടു. പരുന്ത് പറക്കും പോലെ ശരം നേർശാഖയിൽ സഞ്ചരിച്ച് വടവൃക്ഷത്തിൽ തുളിച്ചു കയറി. അല്പനിമിഷങ്ങൾക്കുള്ള ലക്ഷ്യം ബാണമേറ്റ സ്ഥാനത്ത് നിന്നും പോലുപോലെയുള്ള ദ്രാവ ഒഴിഞ്ഞു മുങ്ങി. ഷോണൻ കൈയടിച്ച് തുള്ളിച്ചാടുവാൻ തുടങ്ങി. എൻ്റെ അമ്പ ചെയ്ത് അവൻ നിന്നെ പിടിച്ചു. അന്ന് തൊട്ട് എൻ്റെയും ഷോണൻ്റെയും കളി മാറി. ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ ഉന്നം തെറ്റാതെ അമ്പ ചെയ്യുക. കാറ്റിളകുന്ന മാവിൻ ചില്ലയിൽ നിന്ന് ഇളകിയാകുന്ന മാവില ഉതിർക്കുക. ഒരുമിച്ച് 2 ബാണം വിട്ട് 2 ലക്ഷ്യങ്ങൾ കൊള്ളിക്കുക. ഇങ്ങനെ വിവിധ തരം കളികൾ ഞങ്ങൾ മണിക്കൂറോളം തുടരും. ഈ കളികൾക്കെല്ലാം മധ്യസ്ഥനായി ഞങ്ങളുടെ അച്ഛനും ഉണ്ടാവും. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ശിരസ്യാസെ അനുസരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ സദാ ഒരേ വിചാരമേ ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള അസ്ത്രവിദ്യയും പഠിക്കുക. ലക്ഷ്യം കാണാതെ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പ ചെയ്ത് ശീലിക്കണം. സുരക്ഷയ്ക്ക് വേണ്ടി മുള്ളംപന്നി ശരീരത്തിൽ നിന്ന് 100ഉം 200ഉം മുള്ളുകൾ ഒരുമിച്ച് വിടും പോലെ എനിക്ക് അനേക ശരങ്ങൾ ഒരുമിച്ച് വിടാൻ പഠിക്കണം. ഒരു പ്രഭാതത്തിൽ ഞാനും ഷോണനും രഥത്തിന് വെക്കാനായി ഒരു കരുവേല മരത്തിൻ്റെ കാതൽ കൊണ്ടുവരുവാൻ കാട്ടിലേക്ക് പോയി. ഷോണൻ അന്ന് ഏറെ സന്തുഷ്ടനായിരുന്നു. കാട്ടിൽ കറങ്ങാൻ അവസരം കിട്ടുന്നത് അവന് വലിയ ഭാഗ്യമായി കണക്കാക്കിയിരുന്നു. കാട്ടിൽ പോകുന്നത് എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. കാരണം അവിടെ സൂര്യദേവൻ്റെ സാന്നിധ്യം തന്നെ അറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സ് അതാകാരണമായി ശുദ്ധമാകും. ഞാൻ ചിന്താതീതനാവും. അതിശ്രയിക്കും ഞാൻ അവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കും. തുറസായ സ്ഥലത്തെത്തിയാൽ മാത്രമേ എൻ്റെ മനസ്സിന് ഭാരം കുറഞ്ഞതായി തോന്നൂ. ആദിത്യ ഭഗവാനെ കാണുന്ന മാത്രയിൽ എൻ്റെ എല്ലാ ക്ഷീണവും എങ്ങോട്ടെന്നറിയില്ല അപ്രത്യക്ഷമാവും. കരുവേലക്കാലുമായി അന്ന് ഞങ്ങൾ മടങ്ങിയെത്തി. കാട്ടിൽ നിന്നും പുറത്തു കടക്കുവാനായി ഞാൻ വേഗത്തിൽ നടന്നു തുടങ്ങി. ഷോണൻ്റെ പിറകെ നടന്നു വരുന്നുണ്ടായിരുന്നു. അടുത്തൊരു തുറസായ സ്ഥലത്തെത്തി ഞാൻ നിന്നു. ഷോണനും ധൃതിപ്പെട്ട് എൻ്റെ പിറകിലെത്തി. തോളിൽ വെച്ച മരം ഒരു മരത്തിൻ്റെ തൊഴിൽമേൽ ഇറക്കി വെച്ച് അവൻ്റെ മുഖത്തെ വിയർപ്പ് തുടച്ചു. മുമ്പിൽ അങ്ങോട്ട് വേഴാമ്പുല്ല് വളർന്നു നിന്നിരുന്നു. അവിടെ അനേകം പശുക്കളും എരുമകളും മേനിയും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു കലമാനും എത്തി. പ്രതാപത്തോടെ കൊമ്പുകൾ ഉയർത്തിപ്പിടിച്ച് അത് ഞങ്ങളെ നോക്കി. ആ കലമാനെ നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോയി. എനിക്കതിൻ്റെ കൊമ്പ് വളരെ ആകർഷകമായി തോന്നി. ഞാൻ പതിവ് പോലെ എൻ്റെ കാതിൽ കൈവച്ചു. മാംസളമായ കുണ്ടലത്തിൻ്റെ കൈ പിടിഞ്ഞു. ഈ കുണ്ടലങ്ങൾ കാരണം ഞാനും ഈ കലമാനെ പോലെ പ്രഭാവശാലിയായി കാണപ്പെടുന്നുണ്ടാവും. ഈ ചിന്ത എൻ്റെ മനസ്സിൽ മിന്നിമറി. കുണ്ടലങ്ങളെക്കുറിച്ച് ഞാൻ പലതവണ അമ്മയോട് കുത്തി കുത്തി ചോദിച്ചിരുന്നു. പക്ഷെ അതിന് തൃപ്തകരമായ മറുപടി തരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ഞാൻ അമ്മയോട് സ്പഷ്ടമായി ചോദിച്ചു, ഷോണനെ ഞാനും നേർ സഹോദരന്മാരല്ലേ, പിന്നെന്താണ് അവന് കുണ്ടലമില്ലാത്തത്? ഭയചിക്തമായ ദൃഷ്ടിയോടെ എൻ്റെ കുണ്ടങ്ങളിലേക്ക് നോക്കി ക്ഷണനേരം മൗനം വലപിച്ചു. പിന്നെ ഉന്മേഷത്തോടെ അവർ പറഞ്ഞു, അതൊന്നും ചോദിക്കേണ്ട, അച്ഛനോട് ചോദിക്കുക. ഞാൻ ഉടൻ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛനോട് ഞാൻ ചോദ്യം ആവർത്തിച്ചു. പക്ഷേ അദ്ദേഹം വളരെ വിചിത്രമായ ഉത്തരമാണ് നൽകിയത്. ഇതിൻ്റെ കാരണം ഗംഗാമാധവനോട് ചോദിച്ചാൽ അറിയാം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ അവിടുന്ന് കിട്ടും. അച്ഛൻ പറഞ്ഞു. ഞാൻ ചിന്താമഗ്നനായി. ഗംഗാമാതാവ് എങ്ങനെ ഇതിനുത്തരം നൽകും? നദിക്ക് സംസാരിക്കാൻ കഴിയും? പ്രായം ചെന്നവരുടെ പെരുമാറ്റം. കുട്ടികളോട് എന്താണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്? അന്ന് സന്ധ്യാവേളയിൽ എല്ലാവരും കാണും മുമ്പിൽ രക്ഷപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് ഗംഗാതീരത്ത് പോയിരുന്നു. ഗംഗയിലെ തിരുമാലകളോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ എൻ്റെ കാതുകളിൽ മന്ത്രമുണ്ടല്ലോ. പക്ഷേ ഒരു തിലയ്ക്ക് പോലും അതിൻ്റെ ഉത്തരത്തിന് നൽകാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ എല്ലാവരും കള്ളന്മാരാണെന്ന് എനിക്ക് തോന്നി. കുട്ടികളെ അജ്ഞാത അന്ധകാരത്തിൽ തള്ളച്ചിടാൻ അവർ ശ്രമിക്കുന്നു. പിന്നെ ഈ ഗംഗാമാതാവ് പോലും എന്തേ മൗനമലംബിക്കാൻ? അടുത്ത ദിവസം വില്ലുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഷോണിനോട് ചോദിച്ചു, ഷോണ, സത്യം പറയും, നിനക്കെന്താ കുണ്ടലം കിട്ടാതിരുന്നത്? അവൻ്റെ ഉത്തരം കേട്ട് ഞാൻ അത്ഭുതശബ്ദനായി. അവൻ പറഞ്ഞു, എനിക്കും ഈ കാര്യം അറിയില്ല. പക്ഷേ ഏട്ടൻ്റെ കുണ്ടലം എനിക്ക് വളരെ ഇഷ്ടമായി. രാത്രി ഏട്ടൻ ഉറങ്ങുമ്പോൾ ഇവ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ നീല വെളിച്ചം ഏട്ടൻ്റെ ചുവന്ന കവിളിൽ ചിതറി വീഴും. ശബ്ദനായി ഞാൻ അവനെ നോക്കി. അവൻ കള്ളമല്ല പറയുന്നു. അവൻ എന്നോട് കള്ളം പറയാനുള്ള സാധ്യത കുറവായിരുന്നു. എൻ്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയർന്നു. മറ്റാർക്കുമില്ലാത്ത മാംസ കുണ്ടലങ്ങൾ എൻ്റെ കാതുകളിലുണ്ട്.
മാത്രമല്ല അവ തിളങ്ങുകയും ചെയ്യുന്നു. എനിക്കത് കിട്ടാനുള്ള കാരണം എന്താണ്? ഞാൻ ആരാണ്? ഷോണൻ്റെ ചുമൽ കുലുക്കി വേദനയോടെ ഞാൻ ചോദിച്ചു. ഷോണ, ഞാൻ ആരാണ്? എൻ്റെ ഇളകുന്ന കുണ്ടലങ്ങൾ ലയിച്ച് നിശബ്ദനായി നോക്കി നിഷ്കളങ്ക ഭാവത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ വാസുവേട്ടൻ. ഉടൻ ഞാൻ അവൻ്റെ ചുമൽ വിട്ടു. അവൻ്റെ ഉത്തരം എനിക്ക് തൃപ്തി നൽകിയില്ല. സൂര്യദേവൻ തൻ്റെ അസംഖ്യം തൂലികളാൽ നാഭോപണ്ഡലത്തിൽ വിവിധ നിറക്കൂട്ടുകൾ ചാലിച്ച് അപ്രത്യക്ഷനായിരിക്കെ എൻ്റെ മനസ്സിൽ കുണ്ടലത്തിൻ്റെ കൗലവും ഘനീഭവിച്ചു.